ഒളിഞ്ഞുനോട്ടം ഒരു വല്ലാത്ത രോഗമാണ്. ചിലർക്കിങ്ങനെ നേരെ നോക്കുന്നതിന് പകരം ഒളിഞ്ഞു നോക്കിയാൽ ആഗ്രഹമാണ്. കുളിക്കുന്നിടത്ത് ഒളിഞ്ഞു നോക്കുക, കക്കൂസിൽ ഒളിഞ്ഞു നോക്കുക. അങ്ങനെയുള്ള ഒരു രോഗീനെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവനോട് ഞാൻ പറഞ്ഞു, എൻ്റെ മോനെ, അവനിങ്ങനെ ഒരു കടലാസിന് തുളയിട്ടിട്ട് അവിടെ വന്നേക്കണ ചെഴുത്തിമാരിയൊക്കെ നോക്കുക. ഞാൻ പറഞ്ഞു, എന്തിനാ മോനെ ഇങ്ങനെ നോക്കണേ, ഇതെടുക്ക് നേരെ നോക്കാൻ പാടില്ല. അപ്പോൾ അവൻ പറയുകയാണെങ്കിൽ അതിനൊരു സുഖമില്ല അച്ചു, ഇങ്ങനെ കടലാസിൽ തുളയിട്ടിട്ട് തുളയക്കട നോക്കണതിന് രസമുള്ളൂ. ഇതൊരു മാനസിക വൈകൃതമാണ്. എന്നിട്ട് തല്ലും മേടിച്ചു വന്ന പാർട്ടീസിനെ കാണാം. മറ്റുള്ളവരുടെ മുമ്പിൽ പിടിക്കപ്പെട്ട് അവഹേളിതനായിട്ടൊക്കെ ഉള്ളത്. ഇങ്ങനെയുള്ളതിന് സാധാരണ കൗൺസിലിങ്, സൈക്കോതെറപ്പി, ഇവൻ്റെ ഉപബോധ മനസ്സിൽ കിടക്കുന്ന പണ്ട് കാലത്തെ ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ, ഇങ്ങനെയുള്ളതൊക്കെ അനലൈസ് ചെയ്ത് അവനെ കൗൺസിലിങ്ങൊക്കെ നടത്തേണ്ടി വരും. ഇങ്ങനെ വന്നാൽ ഇവനെ രക്ഷപ്പെടുത്തിയെടുക്കുക. ഇങ്ങനെയുള്ള വ്യക്തികളെ ഞാൻ താമസിപ്പിച്ച് ഒരാഴ്ചയോ 2 ആഴ്ചയൊക്കെ താമസിപ്പിച്ച് മാറ്റം വരുത്തിയിട്ടുണ്ട്. കർത്താവേ, മക്കളെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഇവരുടെ ഈ രോഗത്തിൽ നിന്ന് മോചനം നൽകണമേ, പൂർണ്ണമായ സൗഖ്യം നൽകണമേ, ശാന്തത നൽകണമേ. ഒളിഞ്ഞു നോട്ടത്തിൽ കർത്താവെ ഇവരെ രക്ഷിക്കണമേ. ഇവർക്ക് സമാധാനവും ശാന്തിയുള്ളൊരു ജീവിതം നൽകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ച ഉണ്ടായിരിക്കട്ടെ. ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഇങ്ങനെ അസ്വസ്ഥ അനുഭവിക്കുന്ന മക്കളോ അവരുടെ ബന്ധുക്കളോ വേണമെങ്കിൽ ഫോണിൽ വിളിക്കാം, സഹായിക്കാം. ഫോൺ നമ്പർ 9447465414. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ച ഉണ്ടായിരിക്കട്ടെ. ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.